ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ മാജിക് ആണേ. കണ്ടില്ലേ, ഞാൻ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഗിന്നി എവിടെയെന്ന് എനിക്കും അറിയില്ല. എപ്പിസോഡ് തുടങ്ങാനുള്ളതാണ്. സമയം എത്രയായി? അവൾക്ക് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? ഒരു കൃത്യനിഷ്ഠതയുണ്ടോ? ഞാൻ കാണിക്കുന്ന ഡെഡിക്കേഷൻ്റെ പകുതി പോലും അവൾക്കില്ല. ഈ ചാനലിൻ്റെ എല്ലാ ബുദ്ധിപരമായ കാര്യങ്ങളും എൻ്റെ തലയിലൂടെയാണ് പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം ഫ്രണ്ട്സ്. അവൾ വന്നിങ്ങനെ നിൽക്കുന്നു എന്നല്ലാണ്ട് ഈ ചാനലിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഞാനാണ്. എൻ്റെ ബുദ്ധിയാണ്. പക്ഷെ അവൾ സമ്മതിച്ചതിൽ തരില്ല, ഇതുവരെ തന്നിട്ടുമില്ല. പക്ഷെ അതാണ് സത്യം. നിങ്ങളത് മനസ്സിലാക്കണം. ഇന്ന് എനിക്ക് ദൈവമായിട്ട് അതിനൊരു ചാൻസ് തന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ്. ഗിന്നു അല്ല, എന്താ? ഞാൻ വരുന്നതിന് മുമ്പ് ഓടിക്കളിച്ച് വന്നിട്ട് ചാനലിന്റെ ഇൻട്രോയും പറഞ്ഞിട്ട് എന്നെപ്പറ്റി എന്തൊക്കെയോ കുറ്റവും പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഫ്രണ്ട്സ്, എന്റെ കുറ്റവും ഇവൻ പറഞ്ഞതും സ്വാഭാവികമാണ്. ഇങ്ങനെ അടിയും പിടിയൊക്കെ ആയിട്ട് പോവാനല്ല നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പതുക്കെ പതുക്കെ ഞാൻ ശരിയാക്കി എടുത്തോളാം. എനിക്കറിയാം എങ്ങനെയാ ഇതൊക്കെ ശരിയാക്കേണ്ടതെന്ന്. എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ തന്നെ നമ്മുടെ 4ാമത്തെ എപ്പിസോഡിന്റെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വിജയകരമായ 4ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. തമ്മിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മുല്ലപ്പൂ 10 കാശ് ചിലവില്ലാതെ ഈസി ആയിട്ടുണ്ടാക്കാം. ഈ കാണുന്ന സംഭവമൊക്കെ ആണ് നമുക്ക് വേണ്ടത്. വലിയ ബ്രഹ്മാണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ടിഷ്യൂ പേപ്പർ, കത്രിക, നൂല്, പിന്നെ നമ്മുടെ ഗ്രീൻ ടേപ്പ്, ഇത്രയും മാത്രം മതി. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ കുറച്ച് പറഞ്ഞു തരുന്നുണ്ട്. കാണിക്കുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ, പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊരു ടിപ്പാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒരു 3ആയിട്ടോ 4ആയിട്ടോ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള മുല്ലപ്പൂവാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ. ഞാനിപ്പോൾ 3ആയിട്ടാണ് ഇത് മടക്കുന്നത്. ഇത് മടക്കി എടുത്തിട്ട് ഇത് പെറ്റൽ ഷേപ്പിൽ സിക്സാഗ് ആയിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഇത്രയും തന്നെ നീളം മതി കേട്ടോ, കൂടുതൽ ആവശ്യമില്ല. എന്നിട്ടിത് നമ്മൾ വേർപെടുത്തി എടുക്കുകയാണ്. കാരണം നമ്മൾ ഒന്നിച്ച് മടക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളിത് വേർപെടുത്തി എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ പതുക്കെ ചുരുക്കി നമ്മൾ ആ പെറ്റൽസ് ചേർത്ത് വെക്കുകയാണ്. ഇത് എത്രമാത്രം എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നറിയില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് പതുക്കെ ഒന്ന് ചുരുട്ടി കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. താഴെ വരുന്ന ഭാഗം കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ആ ഒരു സ്റ്റെം പോലെ തന്നെ, അതായത് മുല്ലപ്പൂവിൻ്റെ ആ ഒരു ചെറിയ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ കെട്ടുന്ന ഭാഗം, ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെയായിട്ട് നൂലുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ടത് കെട്ടുക. നിങ്ങൾക്ക് വൈറ്റ് നൂല് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ നീല എടുത്തു എന്നുള്ളത് വൈറ്റ് നൂലാണ് ഏറ്റവും നല്ലത്. ഇനി വേണ്ടത് നമ്മുടെ ഗ്രീൻ ടേപ്പാണ്. സാധാരണ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നൊരു ടേപ്പാണ്. ഈ ടേപ്പ് കുറച്ചെടുത്തിട്ട് ഈ താഴെ ഭാഗം, ആ സ്റ്റെം വരുന്ന ഭാഗം നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. കഴിഞ്ഞു. ഇത്ര സിമ്പിളാണ് നമ്മുടെ മുല്ലപ്പൂവിൻ്റെ പരിപാടി. ഇങ്ങനെ കുറേ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് എത്ര നീളത്തിലുള്ള മുല്ലപ്പൂമാല വേണമോ അത്രയധികം ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് കോർത്തെടുത്താൽ മതി. നിങ്ങൾ മുല്ലപ്പൂ എങ്ങനെയാണോ കോർത്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുത്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് സൂചി നൂലും വെച്ച് അങ്ങനെ കോർത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്പ് മറ്റൊന്നുമല്ല. നിങ്ങൾക്കിത് ഒന്ന് വാഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യുന്ന രീതിയിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യം കാണിച്ച വാക്സ്, അതായത് മെഴുകുതിരിയുടെ ഈ മെഴുകുതിരി ഒന്ന് ഉരുക്കിയിട്ട് ആ ഉരുക്കിയ മെഴുകുതിരിയിലേക്ക് ഉരുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഡബിൾ ബോയിലേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ഓരോ മുല്ലപ്പൂവും ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഡിപ്പ് ചെയ്യാനേ പാടുള്ളൂ. അങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സാധാ മെഴുകുതിരി എടുത്തിട്ടുണ്ട്, അല്ലാതെ വാക്സ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു യെല്ലോ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ സാധാരണ മെഴുക് പെൻസിലുണ്ടല്ലോ കുട്ടികളൊക്കെ വരക്കാനെടുക്കുന്ന, അതാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അത് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു കളർ വേരിയേഷൻ കൊടുക്കാൻ പറ്റും നമ്മുടെ മുല്ലപ്പൂവിന്. കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ മുല്ലപ്പൂ റെഡിയായി.